ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. ആധുനികവൽക്കരണം രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ അടിയുറച്ചുള്ളതായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഹാരാഷ്ട്രയിൽ 11,200 കോടിയിലധികം രൂപയുടെ വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. മെയ്ക്ക് ഇൻ ഇന്ത്യ ഉദ്യമത്തിലൂടെ രാജ്യം നിർമ്മാണ ശക്തി കേന്ദ്രമായി മാറിയെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. ശുചീകരണ ജലസംരക്ഷണ പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും പ്രധാനമന്ത്രി. വസ്ത്രവ്യാപാര മേഖലയിലെ ഗവേഷണ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്. മാലിന്യമുക്ത നവകേരളം ലക്ഷ്യമിട്ട് കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന ജനകീയ ക്യാമ്പയിന് ഗാന്ധി ജയന്തി ദിനത്തിൽ തുടക്കം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആധുനികവൽക്കരണം രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ അടിയുറച്ചുള്ളതായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ സമ്പന്നമായ പൈതൃകം പിന്തുടർന്ന് മുന്നോട്ടു പോകുമ്പോൾ ഇന്ത്യ നവീകരിക്കപ്പെടുകയും വികസിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മഹാരാഷ്ട്രയിൽ 11,200 കോടിയിലധികം രൂപയുടെ വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മഹാരാഷ്ട്ര വികസനത്തിന്റെ പുതിയ യുഗത്തിന് സാക്ഷ്യം വഹിക്കുകയാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി പൂനെ പോലുള്ള നഗരങ്ങളെ പുരോഗതിയുടെയും നഗരവികസനത്തിന്റെയും കേന്ദ്രമാക്കേണ്ടതുണ്ടെന്നും വ്യക്തമാക്കി. मैं महाराष्ट्र के लोगों को, आप सबको इन सभी विकास कार्यों के लिए बहुत बहुत बधाई देता हूं, शुभकामनाएं देता हूं. आज महाराष्ट्र को नए संकल्पों के साथ बड़े लक्ष्यों की जरूरत है. इसके लिए हमें पुणे जैसे हमारे शहरों को प्रगति का, अर्बन डेवलपमेंट का सेंटर बनाना जरूरी है. മെയ്ക്ക് ഇൻ ഇന്ത്യ ഉദ്യമത്തിലൂടെ രാജ്യം നിർമ്മാണ ശക്തി കേന്ദ്രമായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായ മൻ കി ബാത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ദരിദ്രർക്കും ഇടത്തരക്കാർക്കും MSMEകൾക്കും ഇതിലൂടെ പ്രയോജനം ലഭിക്കുന്നുണ്ടെന്നും എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഇത് അവസരമൊരുക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 10 വർഷം പൂർത്തിയാക്കുന്ന സ്വച്ഛ് ഭാരത് മിഷന്റെ വിജയം മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ശുചിത്വ പ്രചാരണത്തിൽ പങ്കാളികളാകാൻ അദ്ദേഹം രാജ്യത്തെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. स्वच्छता को लेकर जारी अभियान से हमें ज्यादा से ज्यादा लोगों को जोड़ना है और ये अभियान किसी एक दिन का, एक साल का नहीं होता है. ये युगों युगों तक निरंतर करने वाला काम है. ये जब तक हमारा स्वभाव बन जाए स्वच्छता, तब तक करने का काम है. मेरा आप सबसे आग्रह है कि आप भी अपने परिवार, दोस्तों, पड़ोसियों या सहकर्मियों के साथ मिलकर स्वच्छता अभियान में हिस्सा जरूर लें. വൃക്ഷത്തൈകൾ വച്ചുപിടിപ്പിക്കുന്ന ഏക് പേഡ് മാ കെ നാം പ്രചാരണ പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കണമെന്നും ഇത് സമൂഹത്തിൽ അതിശയകരമായ ഫലങ്ങൾ ഉളവാക്കുമെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ പ്രധാനമന്ത്രി ജലസംരക്ഷണ പ്രവർത്തനങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം പ്രശംസനീയമാണെന്നും അഭിപ്രായപ്പെട്ടു. മാതൃഭാഷയുടെ പ്രാധാന്യം വ്യക്തമാക്കിയ അദ്ദേഹം പ്രത്യേകിച്ച് സന്താലി ഭാഷയെ സംരക്ഷിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ അഭിനന്ദിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിൽ പ്രസാർ ഭാരതിയെ അഭിനന്ദിച്ച പ്രധാനമന്ത്രിക്ക് നന്ദി രേഖപ്പെടുത്തി പ്രസാർ ഭാരതി അധ്യക്ഷൻ നവനീത് സെഹ്ഗാൽ. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പ്രസാർ ഭാരതിക്കും ദൂരദർശനും ആകാശവാണിക്കും പ്രചോദനമാണെന്നും ശ്രീ നവനീത് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വസ്ത്രവ്യാപാര മേഖലയിലെ ഗവേഷണ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് പട്നയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. വസ്ത്രവ്യാപാര മേഖലയുടെ വികസനത്തിലൂടെ അനേകം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. 1,500 കോടി രൂപയോളം വസ്ത്രവ്യാപാര മേഖലയ്ക്കായി കേന്ദ്ര സർക്കാർ അനുവദിച്ചു കഴിഞ്ഞതായും 157ഓളം സ്റ്റാർട്ടപ്പുകൾക്ക് ഇതിലൂടെ സഹായം ലഭിച്ചതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
ഇന്ത്യൻ വ്യോമസേനയുടെ 92ാമത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് അടുത്ത മാസം 8-ന് വായുവീർ വിജേത കാർ റാലി സംഘടിപ്പിക്കും. ലഡാക്കിലെ ധോയ്സെ മുതൽ അരുണാചൽ പ്രദേശിലെ തവാങ് വരെയാണ് റാലി. ഔദ്യോഗിക ഫ്ളാഗ് ഓഫിന് മുന്നോടിയായി അടുത്ത മാസം 1-ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് റാലിക്ക് യാത്രയയപ്പ് നൽകും. 7000 കിലോമീറ്റർ റാലി അടുത്ത മാസം 29-ന് അവസാനിക്കും. കേരളം സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിൻ ഗാന്ധി ജയന്തി ദിനത്തിൽ ആരംഭിക്കും. സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഒക്ടോബർ 2-ന് ആരംഭിച്ച് 2025 മാർച്ച് 30 അന്താരാഷ്ട്ര ശൂന്യ മാലിന്യ ദിനത്തിൽ സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളം സാധ്യമാക്കാൻ കഴിയും വിധമാണ് ക്യാമ്പയിൻ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പോരാട്ടം. ഗുവാഹത്തിയിലാണ് മത്സരം. കാൺപൂരിൽ നടക്കുന്ന ഇന്ത്യ ബംഗ്ലാദേശ് 2ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 3ാം ദിനവും കളി മഴ മൂലം ഉപേക്ഷിച്ചു. ഇന്നലെയും മഴ മൂലം കളി ഉപേക്ഷിച്ചിരുന്നു. ആദ്യ ദിനത്തിൽ 1ാം ഇന്നിംഗ്സിൽ ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് 3 വിക്കറ്റ് നഷ്ടത്തിൽ 107 റൺസ് എടുത്തിരുന്നു. 2 മത്സര പരമ്പരയിൽ ആതിഥേയരായ ഇന്ത്യ നിലവിൽ 1-0 മുന്നിലാണ്. 14ാമത് ഹോക്കി ഇന്ത്യ ജൂനിയർ വനിതാ ദേശീയ ചാമ്പ്യൻഷിപ്പിന് നാളെ റാഞ്ചിയിൽ തുടക്കം. മത്സരത്തിൽ 26 ടീമുകളാണ് മാറ്റുരയ്ക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വ്യോമയാന മന്ത്രി കെ റാം മോഹൻ നായിഡുവുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കരിപ്പൂർ വിമാനത്താവള വികസനവുമായി ബന്ധപ്പെട്ട് മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ യോഗം വിളിക്കാൻ കൂടിക്കാഴ്ചയിൽ തീരുമാനമായി. വിമാനത്താവള നിർമ്മാണം അടിയന്തരമായി ആരംഭിക്കുന്നതിനാണ് ഉന്നതതല യോഗം വിളിച്ചു ചേർക്കുന്നത്. വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ അഭിപ്രായം കേൾക്കുന്നതിന് പ്രത്യേകം സമയം അനുവദിക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉറപ്പു നൽകി. കേന്ദ്രമന്ത്രിയുമായുള്ള സംസ്ഥാന കായിക ന്യൂനപക്ഷക്ഷേമ മന്ത്രി വി അബ്ദുറഹ്മാൻ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനായി സമർപ്പിച്ച 400 കോടി രൂപയുടെ പദ്ധതികളിന്മേൽ നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി ഉറപ്പു നൽകിയതായി മന്ത്രി അബ്ദുറഹ്മാൻ അറിയിച്ചു. ജമ്മുകാശ്മീരിലെ കത്വ ജില്ലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു. ഇതോടെ ഏറ്റുമുട്ടലിൽ മരിച്ചവരുടെ എണ്ണം 2ആയി. 4ഓളം ഭീകരരുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് പ്രദേശത്ത് തെരച്ചിൽ ആരംഭിച്ചതെന്ന് ജമ്മു മേഖല ADGP ആനന്ദ് ജെയിൻ വ്യക്തമാക്കി. ഏറ്റുമുട്ടലിൽ ഒരു പോലീസുകാരനും 2 ഉദ്യോഗസ്ഥരും ശനിയാഴ്ച കൊല്ലപ്പെട്ടിരുന്നു. രാഷ്ട്രീയ പോഷൻ മാ 2024ന്റെ സമാപന ചടങ്ങിൽ സംബന്ധിക്കാനായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രി അന്നപൂർണ ദേവി നാളെ ഝാർഖണ്ഡിലെ റാഞ്ചിയിലെത്തും. ആരോഗ്യവും പോഷകസമൃദ്ധവുമായ ഇന്ത്യയ്ക്കായുള്ള കൂട്ടായ ശ്രമമാണ് രാഷ്ട്രീയ പോഷൻ മാ 2024. സമാപന ചടങ്ങിൽ രാജ്യമെമ്പാടുമായി 11,000-ലേറെ സക്ഷം അംഗൻവാടി കേന്ദ്രങ്ങളും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ശിശു സംരക്ഷണം, പോഷണം, വിദ്യാഭ്യാസം എന്നിവ കൂടുതൽ ഊർജിതമായി നടപ്പാക്കുന്നതാണ് സക്ഷം അംഗൻവാടികൾ. ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LJP മത്സരിക്കുമെന്ന് അധ്യക്ഷൻ ചിരാഗ് പാസ്വാൻ പറഞ്ഞു. ബൊക്കാറോയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഖ്യകക്ഷികളുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ശ്രീ പാസ്വാൻ വ്യക്തമാക്കി. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. DMK നേതാവ് ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. സെന്തിൽ ബാലാജി, ഗോവി ചെഴിയൻ, R രാജേന്ദ്രൻ, SM നാസർ എന്നിവർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. ചെന്നൈയിൽ രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ RN രവി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നേപ്പാളിൽ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും മരണസംഖ്യ 132ആയി. കാഠ്മണ്ഡു താഴ്വരയിൽ മാത്രം 68 പേർ മരണമടഞ്ഞു. കനത്ത മഴയിൽ 195-ലധികം വീടുകളും 8 പാലങ്ങളുമാണ് തകർന്നത്. 3626 പേരെ സൈന്യം രക്ഷപ്പെടുത്തി. കഴിഞ്ഞ രാത്രിയിൽ ലെബനീസ് തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ പ്രതിരോധ സേന നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ നബീൽ ഖാവ്ക് കൊല്ലപ്പെട്ടു. വെള്ളിയാഴ്ച നടന്ന ആക്രമണത്തിൽ ഹിസ്ബുള്ള നേതാവ് ഹസ്രൻ നസ്രല്ല കൊല്ലപ്പെട്ടിരുന്നു. കൂടാതെ നിരവധി ഉന്നത റാങ്കിലുള്ള കമാൻഡർമാരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 125 യുക്രൈനിയൻ ഡ്രോണുകൾ റഷ്യ തകർത്തു. അസോവ് കടലിന് മുകളിലും മറ്റ് 2 ഇടങ്ങളിലുമായാണ് ഡ്രോണുകൾ വെടിവെച്ചിട്ടതെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും.
ആധുനികവൽക്കരണം രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ അടിയുറച്ചുള്ളതായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഹാരാഷ്ട്രയിൽ 11,200 കോടിയിലധികം രൂപയുടെ വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. മേക്ക് ഇൻ ഇന്ത്യ ഉദ്യമത്തിലൂടെ രാജ്യം നിർമ്മാണ ശക്തി കേന്ദ്രമായി മാറിയെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. ശുചീകരണ ജലസംരക്ഷണ പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും പ്രധാനമന്ത്രി. വസ്ത്രവ്യാപാര മേഖലയിലെ ഗവേഷണ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്. മാലിന്യമുക്ത നവകേരളം ലക്ഷ്യമിട്ട് കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന ജനകീയ ക്യാമ്പയിന് ഗാന്ധി ജയന്തി ദിനത്തിൽ തുടക്കം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.